അമ്മയ്ക്ക് മനസ്സിലായ ആരാന്ന് പിടി കിട്ടിയോ? പ്രായത്തിൻ്റെ തള്ളയായിട്ടുള്ളൂ. അതിനെ കൊണ്ടൊന്നും പറ്റില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയർ, കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. കുളിച്ചാ? കുളിച്ച് കഴിഞ്ഞിട്ട് ഉറക്കമൊന്നും വരുന്നില്ലേ? കുളിച്ച് കഴിഞ്ഞിട്ട് ഉറക്കമൊന്നും വരുന്നില്ലേ എന്ന്? ഇവിടെ രണ്ട് പാടേ. ഇവിടെയോ? അതങ്ങനെ പാടുള്ളതല്ലേ? അങ്ങനെ പാടുള്ളതാ. എന്നാ പറ്റിയ? അതൊന്നും പറ്റിയതല്ല. ചുമ്മാ ഉണ്ടായോ? ചുമ്മാ ഉണ്ടായതാ. അത് വേദനയില്ലേ? വേദനയൊന്നുമില്ല. എല്ലാം കൊണ്ട് ഓറിയതാണോ? അല്ലല്ല, ചുമ്മാ ഉണ്ടായത്. നല്ല സ്ഥാനത്ത് തന്നെ. അതങ്ങനെ കണ്ണിൻ്റെ ഇവിടെ ചിലർക്ക് പാടുണ്ട്. അവിടെയൊക്കെ കുഴപ്പമാണ്. കണ്ണിനും പറ്റും. കിടക്കുന്നില്ലേ? കുളിച്ചിട്ടിന്ന് കിടക്കാത്ത? കിടക്കണ്ടേന്നോ? കുളിച്ചിട്ടിന്ന് എങ്ങനെയാ ഓടി നടക്കണേന്ന്? കിടക്കാനായിട്ട് ഇവിടെ ആരും വന്നില്ലല്ലോ. ആരും ഇല്ലേ ഇവിടെ? ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി? ജോമോളവിടെ ഇല്ലേ? ചേട്ടായി അവിടെ ഉണ്ട്. ജോമോളവിടെ ഇല്ലേ? ജോമോളോ? ജോമോൾ തന്നെ ഉള്ളതുകൊണ്ട് പറ്റിയത്. ചേട്ടായി ഉണ്ട്, ചേച്ചി ഉണ്ടല്ലോ. ടോമിയുണ്ട്, ലിസിമോളും ഉണ്ടല്ലോ. ടോമിയുണ്ടോ? ഇവിടെ ഞാൻ കണ്ടില്ലല്ലോ. കണ്ടില്ലേ? ടോമിനെ കണ്ടില്ലേ? കാണുന്നില്ലല്ലോ. ആണോ? പിന്നെ എവിടെയാ? ഇവിടെ ഉണ്ട്. വേണ്ടതേ കണ്ടോ? അതിന് ഉണ്ടോ? കുളിച്ചിട്ട് അമ്മ ആരും കാണുന്നില്ലെന്നും പറഞ്ഞിങ്ങനെ നമുക്ക് നടക്കുവാണ്. അതാണ്. വീട്ടിലേക്ക് പോകണ്ട. വീട്ടിലേക്ക് പോണോ? വീട്ടിലേക്ക് പോണോ? അതിനാണല്ലോ വിളിച്ചത് അല്ലേ? വീട്ടിൽ വേറെ ഉണ്ടോ? ആൾക്കാരുണ്ടല്ലോ അവിടെ. ആരാ ഉള്ളെ? പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ. പെണ്ണുങ്ങളും പിള്ളേരും ഒക്കെ ഉണ്ടല്ലോ. ആരാ? പെണ്ണുങ്ങളും പിള്ളേരും ഒക്കെ ഇല്ലേ? അതുകൊണ്ട് തന്നെ ആയിരിക്കില്ല. അങ്ങനെ വൈകിട്ടത്തെ കാര്യം കന്നുകാലി കുഴപ്പമൊന്നുമില്ല. ആടെ എന്താ കാര്യമൊക്കെ ആര് നോക്കും? തട്ടി കൊണ്ടാ കെട്ടുമൊക്കെ ചെയ്യണ്ടേ? അവരത് കിട്ടുന്നുണ്ട്, കിട്ടിക്കോളും. അമ്മയ്ക്ക് എന്തായാലും വിഷമം തോന്നുന്നുണ്ടോ? ശ്വാസം മുട്ടലാണ്. അതങ്ങനെ ഗുളിക ഇങ്ങനെ സമയത്തുള്ള ചില സമയങ്ങളിൽ അങ്ങനെ ഒരു ചിലപ്പോൾ ഇവിടെ ആരും കണ്ട് അവളെ കണ്ട് കാണിയല്ലേ? വർത്താനം പറയത്തില്ല. ചിന്നേരെ കുത്തിയിരുന്ന ഒരു പണി എടുക്കത്തില്ല. നല്ല ശ്വാസം നിന്ന് പോവുക. ഇപ്പം ഇവിടെ കണ്ടില്ല, ആളെ കണ്ടിട്ടില്ല. നമ്മൾ ഇടക്കുവാണോ? ഇല്ല. എന്നാൽ അലക്കുന്ന അതെ. ഇവിടെ ആളെ കണ്ടില്ല, ആരും കണ്ടില്ല. ഇവിടെ തപ്പി ഇപ്പം എൻ്റെ അടുത്ത് 2-3 ട്രിപ്പ് വന്നു. ആരും കാണാതെ അങ്ങനെ വരുമ്പോഴാണ് ഈ മുക്കലുണ്ടാകുന്നത്. വൈകുന്നേരം പോയാ പോരെ? വൈകുന്നേരം ആയാലും സമയം ഉണ്ടായി. ഉച്ച സമയമാണ്. 12 മണി. 12 ഉച്ചക്ക് ക്ലോക്കിലേക്ക് നോക്കിയിട്ടുണ്ടോ? ക്ലോക്കല്ല, സൂചികൾ രണ്ടും നിൽക്കുന്ന 12. കേടായിരിക്കും. അല്ലല്ല, അത് ഓടുന്നുണ്ട്. അത് കൃത്യ. ഇല്ല, ഇപ്പം രാത്രി 12 മണിയായിരിക്കും. അല്ല, ഉച്ചക്ക്. അത് ഉച്ചയ്ക്ക് വായില്ലോ. അത് വെക്കാൻ ഇപ്പം മണി 5-6 മണിയെങ്കിലും ആയില്ലേ? സന്ധ്യ ആയപ്പം. ഇല്ല, സന്ധ്യ ആയില്ല. നട്ടുച്ച അന്യ നമുക്ക് കഞ്ഞി കുടിക്കണ്ടേ? ഉച്ചക്ക് ചോറ് കഴിക്കണ്ടേ? അതൊക്കെ നേരത്തെ കഴിച്ചതല്ലേ? ഇത് രാവിലത്തെ. അമ്മ ഇവിടെ ഇല്ലേ? അമ്മയുണ്ട്, അവിടെ അലക്കുമല്ലേ. എലിക്കുട്ടിയമ്മ എവിടെയുണ്ട്? എലിക്കുട്ടിയമ്മ ഇങ്ങോട്ട് വരാൻ ആളില്ലേ? നല്ല കൊന്തയാണല്ലോ. നല്ല കളർഫുൾ കൊന്തയാണല്ലോ. ഇഷ്ടന്മാരൊന്നുമല്ല, യോജ കൊണ്ടെത്തുന്ന അച്ഛൻ കൊണ്ടെത്തുന്നല്ലേ. അവർക്കാകുമ്പം ഇതൊക്കെ അറിയാൻ നല്ലതെന്നൊക്കെ നോക്കിയെടുക്കാൻ പറ്റും. 53 മണി ജപമൊക്കെ ചെല്ലുമോ? പിന്നെ
ചെല്ലുമല്ലേ? അതൊക്കെ 2 പ്രാവശ്യം ചെല്ലിയതാ പകല്. പകലല്ലേ? ഉച്ച കഴിഞ്ഞപ്പം വരും. പണിക്ക് പോകാൻ അകത്തോട്ട് കയറാതിരുന്നാലോ എല്ലാം ചെയ്യാൻ പറ്റുമോ? കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഒരു പണിയും നടക്കില്ല. പ്രാർത്ഥനയും ചെല്ലാൻ പറ്റിയല്ല അല്ലേ? പോരെങ്കിൽ ഒരു പ്രായം ചെന്ന് തള്ളയായിട്ടുള്ളൂ. അതിനെ കൊണ്ടൊന്നും പറ്റില്ല. അതെ, അതിനെ നമ്മൾ നോക്കണം അല്ലേ? അതിന് എല്ലാ കാര്യവും നമ്മൾ നടത്തി കൊടുക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് സമയം 80 വയസ്സ് അടുക്കളായി. ആരാ കുഞ്ഞുമിച്ചിയാണോ? കുഞ്ഞുമിച്ചല്ലേ അത്? കുഞ്ഞമ്മിച്ചല്ലേ അത്? കുഞ്ഞുമിച്ചെന്ന് പറഞ്ഞത് 2 പേരേ ഉള്ളു ആകെ. ചേർത്തി എണീറ്റി. ചേർത്തി എണീറ്റ് അതാരൊക്കെയാ? ചേർത്തി എണീറ്റി അതാരൊക്കെയാ? അതെ, ചേട്ടത്തി അനീത്തി അത് ആരൊക്കെയാന്ന്? ഒരു 4 പേരുണ്ട് ഇപ്പം. ഇപ്പൊ 4 പേരായില്ലേ? ഇപ്പം 4 പേര് എഴുത്തിനേറ്റുമായിട്ടുണ്ട്. 6 പേരോളം ഉണ്ടായിരുന്നു. 6 പേരുണ്ടായിരുന്നോ? ഉണ്ടായത് പെണ്ണുങ്ങൾ. ആമ്പിളേര് കുറവായിരുന്നു. ഒരാണേ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ 6 പെണ്ണ് മരിച്ചു കൊല്ലെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. ഇല്ല, മരിച്ചു അതായിട്ടൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ചിലപ്പോൾ അമ്മ എണ്ണം കൂടിപ്പോയായിരിക്കും. അവിടെ 5 പെണ്ണുങ്ങളല്ലേ ഉള്ളൂ? അവിടെ 5 പെണ്ണുങ്ങളോ? കുട്ടായുടെ വീട്ടിലെങ്ങാനും പോകാറുണ്ടോ അമ്മ? ഇപ്പോൾ അമ്മ കുട്ടായുടെ വീട്ടിലെങ്ങാനും പോയാ ഈ അടുത്തെങ്ങാനും? കുട്ടായുടെ കുഞ്ഞുകാൻ്റെ അവിടെ ഞാൻ പോയിട്ട് ഒരുപാട് നാളായി. എങ്ങോട്ടും പുറത്തോട്ടിറങ്ങി പോകുന്നില്ല. പക്ഷെ പോകാൻ മേല. നാട്ടു ഇറങ്ങിക്കെ വന്നപ്പോൾ തന്നെ പിന്നെ വീഴ്ചയായി. പിന്നെ ഒന്നും മേല ഒന്നും ചെയ്യാൻ പറ്റും. നടക്കാൻ ഒട്ടും പറ്റിയ കയറ്റം കയറത്തില്ല, ഒന്നുമില്ല. അമ്മയുടെ നൈറ്റ് വിളിച്ച് കഴിഞ്ഞപ്പം ദിവസം അറിയില്ലേ? ആണോ? അത് പ്രാർത്ഥന ഇല്ലേ? വീട്ടിൽ ആരുമില്ല, ഒറ്റ മനുഷ്യരില്ല. പെണ്ണുങ്ങളായിട്ട് ഞങ്ങൾ പോകും. പിന്നെ ഇപ്പം വല്ലവരും വന്നോ? പെണ്ണുങ്ങളല്ലേ അവിടെ പോയി? അവിടെ അന്നമ്മ അമ്മച്ചിയൊക്കെ ഇല്ലായിരുന്നോ? അന്നമ്മ അമ്മച്ചിയൊക്കെ അന്നില്ലേ അവിടെ? അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നാ പിന്നെ കൊണ്ടുപോയായിരിക്കും. പ്രാർത്ഥന ഇല്ലെന്നില്ലേ? കുളിച്ചു കഴിഞ്ഞ് സാധാരണ ഒറ്റ കൊന്തയാണ്. മിക്കവാറും പ്രാർത്ഥനയൊക്കെ പറ്റുന്ന പോലെ എല്ലിക്കൊണ്ടിരിക്കും. പ്രാർത്ഥനയെല്ലാം തടസ്സമില്ലല്ലോ. മറ്റ് തടസ്സമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉച്ച കഴിയുമ്പോൾ നമുക്ക് ഇരുട്ടാണ്. പോലെ ചെയ്തോ പ്രാർത്ഥിക്കാം. വേറെ ആരെക്കൊണ്ട് നോക്കാനും. 2 മണി ഒരു 12 ഒക്കെ ആകുമ്പോൾ മുതൽ പിന്നെ ഇരുട്ടാകും. വൈകിട്ടിൻ്റെ പ്രതീതിയാണ് കൂടുതലും. പിന്നെ ഈ കുളിച്ച് കഴിയുമ്പോഴത്തേന് സാധാരണ ഹാപ്പി മൂഡുണ്ട്. പിന്നെ പ്രാർത്ഥന ആണ് മെയിൻ. തലവേദനയൊന്നും ഇല്ലല്ലോ? തലവേദനയൊന്നും ഇല്ലല്ലോ? തലവേദന ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ടാവും. ഇല്ലല്ലോ. അത് ചിലപ്പം ചില എണ്ണ കഴിച്ചൊക്കെ വെള്ളം ഒഴിച്ച് കുടിച്ചാൽ വെള്ളം താളിയെല്ലാം ഇട്ട് കുളിക്കുമ്പോഴൊക്കെ കൂടുതലുണ്ടാവും. ഇപ്പൊ താളിയിട്ട് കുളിക്കാറുണ്ടോ? പിന്നെ താളിയേട്ടാ കുളിക്കും. ആണോ? താളിയായിട്ട് കുളിച്ചില്ല, തലയ്ക്ക് സുഖമായിരുന്നു. ഒത്തിരി താളിയൊക്കെ പറിച്ചു തന്നിട്ടുള്ള ചെറുപ്പത്തിൽ നോക്കുന്നുണ്ടോ അമ്മ? പിന്നെ വേറെ പുറത്തുള്ള ഒന്നും അല്ല പറിച്ചെടുക്കും താളിയൊക്കെ. ചെമ്പരത്തിയുടെ ഇതിൻ്റെയൊക്കെ പിന്നെ ഒരു താളിച്ചെടി ഇപ്പൊ ആ ചെടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ചെമ്പരത്തിയില്ലേ? കുറ്റിച്ചെടി പോലെയാ. അതില് ചെറിയ പൂവൊക്കെ ഉണ്ടാകുന്ന അതിങ്ങനെ ഈ പറമ്പൊഴി എന്ന കപ്പയൊക്കെ അല്ലേ, അതിനിടവഴിയൊക്കെ കിളുത്ത് നിൽക്കുമായിരുന്നു, വളർന്ന് നിൽക്കുക. അപ്പോൾ അതിൻ്റെ എല്ലാം പറിച്ച് എടുത്ത് കഴിഞ്ഞാൽ അത് നല്ല പാവത പോലെ വരും. ഞാൻ ഓർക്കണില്ല. അതിപ്പോൾ ഇവിടെയൊന്നും ഇപ്പം അങ്ങനെ കാണുന്നില്ല. പണ്ട് ഉണ്ടായിരുന്നു. അമ്മ ഇങ്ങനെ വിളിക്കാൻ പറയാം മോനെ. അമ്മ എവിടെയുണ്ടോ? അമ്മ ഇവിടെ ഉണ്ട്. ഇച്ചിരി താളി പറിച്ചോണ്ട് അമ്മ ചെമ്പരത്തിയില്ലേ അവിടെ പോയി? ചെമ്പരത്തി അല്ലാതെ തന്നെ ഇതിങ്ങനെ ഈ രീതിയിലൊക്കെ ഇത്രയൊക്കെ പൊങ്ങി നിൽക്കും. എന്നിട്ട് അതിൻ്റെ
ഇലകൾ ഇങ്ങനെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഇല ഷേപ്പ് പിന്നെ എനിക്ക് ഓർമ്മയില്ല. അതിനൊരു ഒരു വയലറ്റ് കളറിലുള്ള പൂവൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആണോ? വയലൊക്കെ ചെറിയ വീട്ടിലുണ്ടോ? കുനുകുന ചെറിയ പൂ ഉണ്ടാകുന്നതാണ്. അല്ല ഒത്തിരി ഇല്ല, ഈ 1, 2, 3 പൂവൊക്കെ അങ്ങനെ ഉണ്ടാവും. അത് ഇതായി കഴിയുമ്പോൾ ഏതാണ് ഒത്തിരി പറമ്പ് വഴി ഉണ്ടായിരുന്നു. കൂടുതലും ചെമ്പരത്തി പറിച്ച് താളി എടുക്കുന്നതാണ്. ചെമ്പരത്തി പിന്നെ നല്ലതാണ്. ചെമ്പരത്തി കൂടെ തന്നെ ഉണ്ട് താളി. കണ്ടിട്ട് ഓർക്കുന്നില്ല പറിച്ചായിട്ട്. കപ്പയൊക്കെ ഇടുന്ന കാലത്ത് ഞാൻ വഴി ഉണ്ടായിരുന്നു. ഇവിടുത്തെ അമ്മ എന്ത് ചെയ്യാൻ അമ്മ അവിടെ പുറത്ത് അലക്കുക, തുണി അലക്കുക. കുഴപ്പമുണ്ടോ? തുണി അലക്കുക. ഏ? തുണി അലക്കുക. അമ്മയോ? അമ്മ തുണി അലക്കാനുണ്ടോ? അമ്മയെ കൊണ്ട് പറ്റുമോ? അമ്മ ആയൊക്കെ ഇല്ല. അതിനെക്കൊണ്ട് അടിക്കാതെ അത് വേറെ ഇവിടെയുള്ള പെണ്ണുങ്ങളെ മേടിച്ച് അലക്കണ്ടേ? ശരിയാണ്. എലിക്കുട്ടിക്ക് മേടിച്ച് അലക്കാൻ മേലേ? എലിക്കുട്ടിക്ക് മേടിച്ച് അലക്കാൻ മേലേ? അലക്കാൻ വല്ലെന്ന് ആ ഞാനിപ്പോൾ എനിക്ക് വന്നതല്ല, അവിടെ വെച്ചിരുന്നേരായോ. അതിനാ ഞാനത് അലക്കണമെന്നും എനിക്കറിയത്തില്ല, ഞാൻ അത് അലക്കണ്ടോന്നും. അതിനിപ്പോൾ അമ്മ അലക്കുന്നത് കാണുമ്പോഴേ ചെന്ന് മേടിച്ച് അലക്കണ്ടേ? ആ വെയിലുണ്ടാകുന്ന പതൊക്കെ അലക്കേക്കാം. മേലാത്ത അമ്മ ഇവിടെയുള്ള പെണ്ണുങ്ങൾ 2-3 പേര് ചുമ്മാ ഇരിക്കുമായിരുന്നു. ആണോ? അവിടെമാരൊക്കെ മടിച്ചുകളാന്നേ. അതിന് എത്ര സമയം, ഒത്തിരി സമയമൊന്നും വേണ്ടായിരുന്നു വെയിലുള്ളപ്പോൾ. കുഴിമടിച്ചുകളാ ഉണങ്ങിയും കിട്ടും. അവരൊക്കെ കുഴിമടിച്ചുകളല്ലേ? അവരൊക്കെ കുഴിമടിച്ചുകളാ. മടി പിടിച്ചവരാ, മടി പിടിച്ചവരാ. എന്നാ ഇവിടെയുള്ള പെണ്ണുങ്ങളെ മടിയുള്ളവരാ. പേലിക്കുട്ടി അങ്ങനെ മേടിച്ച് അലക്കിയാൽ പോരായിരുന്നോ? അമ്മ മേലാത്ത അമ്മയെക്കൊണ്ട് അലക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അങ്ങനെയൊക്കെയാണ് ഒരു പ്രായമായി വരുന്നതോറും അങ്ങനെയാണ്. എൻ്റെ ശരീരത്തെ കൊണ്ടുള്ള പണി വല്ലതും ഉണ്ട്. പണ്ടത്തൊക്കെ പണിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഉള്ള പെണ്ണുങ്ങളൊക്കെയാണ് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റിയത്. മറ്റേതെന്ത് പണിയാണ് പെണ്ണുങ്ങൾക്കും തള്ളമാർക്കും അപ്പന്മാർക്കൊക്കെ എത്ര വയസ്സ് എന്നാലും അവർക്കൊരു സൗകര്യമുണ്ടോ? രാത്രി ഉറക്കമുണ്ടോ? അവരൊക്കെ അന്ന് ജീവിക്കില്ലേ? കൊച്ചു പിള്ളേര് മുതൽ നീന്തി നടക്കാറാകുമ്പോൾ മുതലേ പണി തുടങ്ങുന്നതാണ് അല്ലേ? പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ മുതലേ പണിയാൻ തുടങ്ങും. അതെ. ഇപ്പോഴാണെങ്കിൽ ഒരു എന്നാ പണി ഇപ്പൊ പണിയൊന്നുമില്ല. പണ്ട് ഇഞ്ചിയുടെ കളപറി എന്തെല്ലാം പണികളായിരുന്നു. മറ്റേന്ന് പറയുമ്പോൾ പറമ്പിലും നമ്മുടെ പിന്നെ കണ്ടത്തിലും എല്ലാം ആയിട്ട് പാടത്ത് പോവുക, എന്തെല്ലാം വേനലും ഇല്ല, വർഷമില്ല, ഒന്നുമില്ലാത്തതിലോ കാലാവസ്ഥ. ആ സമയത്ത് വെള്ളം കിട്ടാൻ പോലുമില്ല. അതൊക്കെ പിന്നെ വലത്തുനിന്നെല്ലാം അത്യാവശ്യത്തിന് കൊണ്ടുവന്ന് വേണം കന്നുകാലിയുടെ കാര്യവും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ഇതെല്ലാം നടത്താൻ. ശരിയാ. ഒരുപാട് വെള്ളം ചുമന്നിട്ടുണ്ട്. ഒരുപാടായിരുന്നു. വെള്ളം ചുമന്നിട്ടുണ്ടല്ലേ? പിന്നെ ഞാനൊക്കെ ചുമന്നിട്ടുണ്ടോ? അലക്കാനും കുളിക്കാനും ഒക്കെ വല്ല നിവൃത്തി ഉണ്ടായിരുന്നു. 1/2 കിലോമീറ്റർ ദൂരെ വെള്ളം നമ്മൾ ചുമന്നിട്ടുണ്ട്. തോടും ഒക്കെ അടുത്ത് നല്ല ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് ഇങ്ങോട്ട് അവിടെ എന്നാലും മണിക്ക് പോയിച്ച് വരുമ്പോഴത്തേക്കും കുട നനയ്ക്കാനൊക്കെ പോയിച്ച് വരുമ്പോൾ അതിൽ കോരി അവിടെ നിന്ന് ചുമന്നിങ്ങനെ പോരുക. ഈ കഥയൊക്കെ അടച്ചിട്ട് ആരോ അവരൊക്കെ അവിടെ പോയി. അവരൊക്കെ ഉണ്ട്. ഒരാൾ കുളിക്കുക, ഒരാൾ പുറത്ത് തുണി നനച്ചിടുക. തുണി നനയ്ക്കാൻ പറ്റിയാണ്. ഒച്ച കേട്ടായിരുന്നല്ലോ. അപ്പോൾ ഈ കിണറ്റിലെ വെള്ളം 6 മാസം കഷ്ടി കിട്ടുള്ളൂ. 6 മാസം നമ്മൾ നോക്കണം. ഉച്ചയ്ക്ക് വെച്ചിട്ട് വല്ലേ പോകണം. പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട്. കുഞ്ഞേപ്പേൻ്റെ അവിടെ ചെന്നിട്ടുണ്ട്. അന്നത്തെ കാലം എന്ന് പറഞ്ഞാലേ ഈ കിണർ വഴി എല്ലാം പറ്റും. കാരണം ലോകം മുഴുവൻ കപ്പയല്ലേ. കപ്പയിട്ട് എല്ലാവരും പോയി നനയല്ലേ. അപ്പോൾ ഒരു സ്ഥലത്ത് പറ്റി കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. കലക്കലും തുടങ്ങും. കലങ്ങിയൊക്കെ കിടക്കും. തയ്ച്ചിട്ട് പിന്നെ എന്നൊക്കെ ചുവന്നുണ്ട്. അവിടുന്ന് വന്നിട്ടുണ്ട്. തെളിക്കുന്ന മറ്റേ കപ്പയെ കുഞ്ഞോപ്പിച്ചേട്ടൻ്റെ അടുത്തുനിന്ന് വരെ കോരിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ടില്ല. ആയിട്ട് ഓർക്കുന്നില്ല. അങ്ങനെ കൊണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്. താഴെ നമ്മൾ അവിടെ താമസിച്ചപ്പോൾ ഇതാണ് ഈ കപ്പ നനക്കിയിട്ട് ഒരു സ്ഥലത്ത് കഴിയുമ്പോൾ അവിടുത്തെ വെള്ളം തീർന്നെന്ന് അവിടെ ഇല്ല. കാരണം എത്ര പേരാണെന്നറിയാം. എല്ലാവരും കോരി തീർന്നുള്ള ആൾക്കാർ മുഴുവനും തെളിക്കുന്ന കുഞ്ഞിപ്പേട്ടൻ്റെ അങ്ങനെയായിരുന്നു കോരിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ അവർ കണ്ടൊക്കെ പറ്റിപ്പോയി. അത് കഴിഞ്ഞ് ഈ വലിയ വരാനുള്ളവരൊക്കെ ഇവിടെ വന്നോ? പിന്നെ വന്നല്ലോ. ഇനിയിപ്പോൾ വിവാനേ വരാനുള്ളൂ. ഇനി വിവാൻ വരാറുണ്ട്. അങ്ങനെ വൈകുന്നേരം 6 മണി 6:30 ആയിട്ട്. കോളേജിൽ പോയതല്ലേ? പഠിക്കാൻ പോയതാ. പോയതാണേ കോളേജിൽ. നമ്മുടെ ഓർമ്മ പടിഞ്ഞാറത്തെ ഭാഗത്തെ വീടിനെ കുറിച്ചും അവിടെയുള്ള ആൾക്കാരെ കുറിച്ചൊന്നും ഒരു ഓർമ്മയില്ലെന്നുള്ള.
കുറ്റിക്ക് 10 വർഷത്തോളം അവിടെ 10 വർഷം അവിടെ താമസിച്ചതാണ്. പക്ഷെ അവരെ അവിടുത്തെ കുറച്ച് വലിയ ഓർമ്മ കിട്ടുന്നില്ല. അവിടെ ആരെയും കാര്യങ്ങൾ പറഞ്ഞ് കേൾക്കുന്നുമില്ല. പക്ഷെ ഇനി അവരെ കണ്ടാലും ഓർക്കാൻ വഴിയില്ല. ഇപ്പോൾ ഓർക്കാൻ ഒട്ടും വഴിയില്ല. ഇപ്പോൾ അവരെ തിരിച്ചറിഞ്ഞു. പെണ്ണുങ്ങളാരും മതിയില്ല തന്നെ. ഉണ്ടല്ലോ, ഇവിടെ 2 പെണ്ണുങ്ങളുണ്ട്. ആ 2 പേരും ഉള്ളോ? ഇതുവരെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. മുത്തിയാൾ മതിയില്ലേ? മുത്തയാളവിടെ കുളിക്കുന്നു. കുളിക്കുക. അവിടെയുണ്ടോ? ഇളയ ആള് അവിടെയുണ്ട്. വെട്ടം തോന്നുന്നു. വെട്ടമുണ്ട്, വെളിച്ചമുണ്ട്. ആ? വെളിച്ചമുണ്ടെന്നേ. ആ? അത് നല്ല നട്ടുച്ച സമയമല്ലേ? ഈ സമയത്ത് നട്ടുച്ച സമയന്നേ. നട്ടുച്ചയമ്മ ഇപ്പം. നട്ടുച്ചയപ്പം നല്ല ഉച്ച സമയമാണ്. ഉച്ച സമയമാണ് ഇപ്പം. പേടിയോ അസ്വസ്ഥ വരുമ്പോഴാണോ ആ മുക്കൽ കൂടും. ആ അതെ, മുക്കിൽ വരുന്ന പേടിയ ആളെ കാണാതെ വരുമ്പോഴുള്ള പേടി കൊണ്ടാണ്. തലയെ കൂടെ ചെവി കൂടി എല്ലാം വെള്ളം ഒഴുകാന്ന് പറയാം. സാധനം അങ്ങ് കെട്ടി വെക്കണം. കുളി കഴിഞ്ഞ് എന്നാലേ സമാധാനമാവുള്ളൂ. തലക്കെട്ട് തലക്കെട്ടോ? ആ അവിടെ ഇരുന്നോ? അത് ഉണങ്ങണ വരെ അവിടെ ഇരിക്കണം. രണ്ടു മൂന്ന് ട്രിപ്പ് തപ്പി നടന്നു. ഇപ്പം ചേട്ടാനെയും കാണുന്നില്ല, നിന്നെയും കാണുന്നില്ല. ഞാനോട് ഇരിക്കണം. എൻ്റെ അടുത്ത് എവിടെ തന്നെ ചുമ്മാരിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറയാതെ അത് കഴിഞ്ഞ് പിന്നെ 2ാം ട്രിപ്പ് വന്നപ്പോഴത്തേനാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊടുത്തത്. അപ്പം പറഞ്ഞില്ല ആളെ കണ്ടോണ്ടിരിക്കണേ. ആളില്ലാതിരിക്കാൻ പാടാ. ആൾക്കാരെ കണ്ടില്ലെങ്കിൽ ബോറിംഗ് അല്ലേ? അതെ. നമ്മളെ ആൾക്കാരുമായിട്ട് കാണാനും സംസാരിക്കാനും പറ്റിയില്ലെങ്കിലേ ഒരു മുഷിപ്പല്ലേ? പിന്നെ മുഷിപ്പുണ്ടാകുമ്പോഴാണ് അമ്മ ഒന്നും അതൊന്നും ആവശ്യമൊന്നും ഉണ്ടായില്ല. സമയം ഇത്രയായിരുന്നു. ഇനി ആൾക്കാർ വരികയല്ലേ? 5 മണിയാ 5:30 ആകുമ്പോഴത്തേനും അങ്ങാറ്റാൻ പറയാം. അത്രേ ഉള്ളൂ. എന്താ ഓരോരുത്തർക്ക് എന്തോരം പേരാ പോകുന്നത്. എത്ര പേരാ വണ്ടി പിന്നെ മേടിച്ചോണ്ട് പോകുന്നു. യാത്രയ്ക്ക് പോകുന്നു, എവിടെയെങ്കിലൊക്കെ പോകുന്നു. പിന്നെ തന്നെയല്ല കുടുംബത്തിൽ നമുക്ക് എന്നായാലും കുറേശ്ശെ എപ്പോഴും വേണം. മേടിച്ചോണ്ട് 2-3 പ്രാവശ്യം കഴിയുമ്പോൾ അത് തീർന്നു പോകും. പണ്ടൊക്കെ തലച്ചുമടെ ചുമന്നുകൊണ്ടായിരുന്നു മേടിച്ചോണ്ട് വരുന്നത്. കുടുംബം പറയുന്നൊക്കെ മേടിച്ച് തല ചുമന്നുകൊണ്ട് വരണം. എന്താ സാധനങ്ങളെ, വീട്ടിലെ സാധനങ്ങളെ, വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിച്ചിട്ടേ കുറുപ്പന്തറയിൽ നിന്ന് തലച്ചുമടായിട്ട് വരണമായിരുന്നു. അങ്ങനെയായിരുന്നു. ഇപ്പൊ പിന്നെ ഓട്ടോറിക്ഷ ഉണ്ട്, വണ്ടിയുണ്ട്, 2 വീലറുണ്ട്. എല്ലാത്തിലും വെച്ചോണ്ടിങ്ങ് പോരാ അല്ലേ? പണ്ടൊക്കെ ഒരു ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ചന്തക്ക് പോക്ക്. എന്ത് ബുദ്ധിമുട്ട് കുറവുണ്ട്. ഓരോ സാധനം മേടിച്ചോണ്ട് വരാം. രാവിലെ മുതൽ ഒരു 3 മണി വരെയൊക്കെ ആൾക്കാരിങ്ങനെ ചന്തയ്ക്ക് പോക്കല്ലേ? ചന്തയ്ക്ക് പൂക്കം വരും. വിളിച്ചാച്ചൻ ചന്തയ്ക്ക് പോയിട്ടും വരുമ്പം എന്നെ വിളിക്കും. അവിടെ വന്ന് നീട്ടി വിളിക്കും, ടോമീന്ന് വിളിക്കും. എന്തൊരു കോണ്ടായോ സുഖിയനോ എന്തെങ്കിലും മടിയിലുണ്ടാവും. അതൊന്നും വരും. ഈ വീട്ടിലാരും എപ്പോൾ ഉള്ളെന്ന് അറിയത്തില്ല. വീട്ടിലെല്ലാവരും ഉണ്ട്. വലിയപ്പനും വല്യമ്മയൊക്കെ ഇല്ലേ? പിന്നെ നിങ്ങളുടെ വീട്ടിൽ അവിടെ ഉണ്ടല്ലോ വലിയപ്പനും വല്യമ്മയൊക്കെ ഇല്ലേ? ഇവിടെ ഇപ്പം ഒരു നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തി അവിടെ വീട്ടിലാണ്, അവരുടെ വീട്ടിലായിരുന്നു. അവളവിടെ ചെയ്തോണ്ട് ഓരോ പണിയൊക്കെ ഒക്കെ ചെയ്യുമായിരുന്നു. വേറെ ആരുമില്ല. ഒരാളേ ഉള്ളൂ, നേഴ്സിങ്ങിന് പോകുന്ന ഒരാളേ ഉള്ളൂ അവിടെ അല്ലേ? ഓരോരുത്തരൊക്കെ വിട്ടുപോയി ഓരോ കൂടെ ചെയ്യും. പിന്നെ ഒരു സമയത്താവുമല്ലോ നമ്മൾ നേഴ്സിങ്ങിന് പോകുന്ന പെണ്ണിന്റെ പേര് പറയാമോ? ഓർമ്മയുണ്ടോ? ആ പെണ്ണിന്റെ പേരെന്താ? ആരാ നേഴ്സിങ്ങിന് പോകുന്ന ആ പെണ്ണിന്റെ പേരെന്താ? അല്ല, നേഴ്സിങ്ങിന് പോകുന്ന ആ വീട്ടിലെ നേഴ്സിങ്ങിന് പോകുന്ന പെണ്ണില്ലേ, ആ പെണ്ണിന്റെ പേരെന്താ? നാത്തൂനാണോ? നാത്തൂന്റെ ആണോ? പെണ്ണാണോ? നേഴ്സിംഗ് പഠിക്കാൻ പോണ പെണ്ണേതാന്നാ ചോദിച്ചത്. ആരുടെ വീട്ടില നീ പറഞ്ഞേ? അമ്മ പറഞ്ഞില്ലേ ഇപ്പൊ വീട്ടില് നേഴ്സിങ്ങിന് പോകുന്ന ഒരു പെണ്ണേ ഉള്ളെന്ന്. നേഴ്സിങ്ങിന് പോയേക്കണോ? അതൊക്കെ അവരൊക്കെ പോയിട്ട് വന്നിട്ട് ഇങ്ങോട്ട് ഇവിടെ ഇല്ലല്ലോ ഇപ്പം. ജോലി സ്ഥലത്തല്ലേ. വിവീനയുടെ കാര്യമായിരിക്കും മിക്കവാറും പറഞ്ഞതായിരിക്കും. നേഴ്സിംഗ് പോയവരാരുമില്ലല്ലോ. ഒത്തിരി ആയില്ലേ? സമയം 12 മണി കഴിഞ്ഞ് 10 മിനിറ്റായി.
12 ഉച്ചയ്ക്ക് 12 മണിക്ക്. അയ്യോ അപ്പോൾ ഇനി നമ്മൾക്ക് ഒന്നുറങ്ങാതെ നേരമുള്ളൂ. അല്ല അത് രാത്രിയല്ല, ഉച്ച. പകൽ 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. പകലത്തെ 12. 12. നമുക്ക് അമ്മ ചതുരത്തുണ്ടത്തിൽ പോകാറുണ്ടോ? അപ്പം അങ്ങനെ ചതുരത്തുണ്ടത്തിൽ പോകാറുണ്ടോ? ചതുരത്തുണ്ടല്ലോ പോകാറുണ്ടോന്ന്? ഇല്ല, ഒത്തിരി ആയി. ശരിയല്ലേ, എന്നാ ഒന്ന് പോയാലോ? ഒന്ന് പോയാലോ? അതെ, ഒന്ന് പോയാലോ? അവിടെ കുഞ്ഞമ്മ ഇല്ലേ? ഇപ്പം എന്നാ പോകാനോ, സന്ധ്യയായിപ്പോ. സന്ധ്യയായിട്ട് പോകണ്ടല്ലേ. കുഞ്ഞമ്മ ഇങ്ങോട്ട് വരാറുണ്ടോ ചതുരത്തുണ്ടത്തിലെ? ചതുരത്തുണ്ടല്ലോ ഇല്ല, വീട്ടിലോട്ട് അങ്ങനെ വരവൊന്നുമില്ല. നടക്കാനുണ്ടായിരുന്നു. ഒത്തിരി ആയി കണ്ടിട്ടില്ലേ? കാലിലൊക്കെ കുറച്ചില്ല, കാല് മേലെ. കാല് മേലല്ലേ? അത് ശരീരത്തിനൊക്കെ അപ്പോഴേ അസുഖമാണ്, ഒരു സുഖമില്ല. ഒത്തിരി ക്ഷീണിച്ചൊക്കെ ആയിരുന്നു അല്ലേ? ഒത്തിരി ക്ഷീണിച്ചു. വീട്ടിൽ ഒത്തിരി പണിയൊക്കെ ചെയ്ത് മടുത്തു. അതുപോലെ ഇപ്പോൾ ആരെങ്കിലുണ്ടല്ലോ, വേറെ പിള്ളേരൊന്നും അങ്ങനെ കാര്യമില്ലല്ലോ എന്ന്. അത് ശരിയാണ്, ഭയങ്കര പാടാം. അത് ശരിയായിരുന്നു. പിന്നെ അസുഖം വന്നാൽ കിടക്കാനും ചികിത്സിക്കാനും ഒന്നും സമയമില്ല. സമയമില്ലായിരുന്നു. പിന്നെ പെണ്ണമ്മ കുഞ്ഞമ്മ ഇങ്ങനെ വരാറുണ്ടോ അമ്മേനെ കാണാൻ? അതെ, പെണ്ണമ്മ കുഞ്ഞമ്മ പെൺമക്കുഞ്ഞമ്മ വരവ് ഉണ്ട്. ഉണ്ട്. അടുത്തൊക്കെ വന്നായിരുന്നു അല്ലേ? ഒരു മാസത്തിൽ ഒന്നൊക്കെ വരുമായിരുന്നു. അല്ലേ? സിജിമോള് വരാറുണ്ടോ? സിജിമോള് പെണ്ണമ്മ കുഞ്ഞമ്മയുടെ മകളില്ലേ സിജി? അതങ്ങനെ വരുന്നില്ല. അല്ലേ? അവളിപ്പോ എവിടെയാ? അതുങ്ങൾക്ക് ഞാൻ ജോലി ചെയ്ത് ജീവിക്കുക ഒരു സ്ഥലത്താണ്, സൗദി അറേബ്യയിൽ അല്ലേ? അവളെപ്പോൾ വന്നാലും അമ്മ കാണാൻ ഓടി വരും. അവള് ചോദിച്ചായിരുന്നു അമ്മയ്ക്ക് എന്തൊക്കെയുണ്ട് വിശേഷം. സിജിമോള് സിജിമോളില്ലേ പെണ്ണമ്മ കുഞ്ഞമ്മയുടെ മകള്? അതിരമ്പുഴത്തെ പെണ്ണമ്മ കുഞ്ഞമ്മയുടെ മോള് സിജിമോളില്ലേ? സിജി അവളല്ലേ സൗദി അറേബ്യയിലുണ്ട്. അവള് നാളെ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പേ എന്നോട് ചോദിച്ചു അമ്മയ്ക്ക് എന്തൊക്കെയുണ്ട് വിശേഷം. അവള് ഫോണിലൂടെ മെസ്സേജ് വിട്ടു, അതായത് സന്ദേശം പോലെ വിട്ടു. അപ്പൊ അങ്ങനെയൊക്കെ പറ്റൂല്ലോ, ഫോണിലൂടെ സന്ദേശങ്ങളൊക്കെ വിടാം, വിവരങ്ങളൊക്കെ ചോദിക്കാം. അല്ല ഇപ്പൊ നമ്മള് ഫോണിലൂടെ സംസാരിക്കുന്ന ഫോട്ടോ കണ്ടിട്ട് ആൾക്കാരെ കണ്ടോ? എന്നോട് ചോദിച്ചു അമ്മയ്ക്ക് ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അറിയാമല്ലോ സിജിമോക്ക്. ചേട്ടായി അമ്മച്ചിക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. അവർക്ക് എന്നാ വിശേഷം? അവർക്ക് വിശേഷമൊന്നുമില്ല. അവർക്ക് ലീവ് കിട്ടിയെങ്കിൽ അവളൊന്ന് വന്നേനെ. അവൾക്ക് ലീവ് കിട്ടുന്നില്ല. അവൾക്ക് ലീവ് കിട്ടിയിരുന്നെങ്കിൽ അവളൊന്ന് വന്നേനെ അമ്മയെ കാണാൻ. ലീവേ, അതായത് അവധി കിട്ടിയില്ല. അവധി കിട്ടുമായിരുന്നെങ്കിൽ അവളൊന്ന് വരുമായിരുന്നു. അവൾക്ക് അമ്മേനെയൊക്കെ കാണണമെന്ന് പറഞ്ഞ ആഗ്രഹം ഉണ്ടായിരുന്നു. വരാൻ സാധിക്കുമെന്ന് അറിയത്തില്ല. ഇതുവരെയും ലീവ് അവധി അനുവദിച്ചിട്ടില്ലെന്നാണ്. ഇനിയിപ്പോൾ അങ്ങനെയാ, അവിടെ കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആരെയും കാണുമെന്ന് വേണ്ട. അല്ല അത് അവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേ, അവധി കിട്ടാഞ്ഞിട്ടാ. അവധി കൊടുക്കണ്ടേ ഈ ഉദ്യോഗസ്ഥർക്ക്? അവിടുത്തെ ഓഫീസ് അധികാരികൾ അവധി കൊടുക്കണമല്ലോ. അവിടെ ജോലി ചെയ്യുന്നിടത്തുനിന്ന് അവധി കിട്ടിയെങ്കിലല്ലേ അവർക്ക് വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവർക്ക് ജോലി പോയില്ലേ. അത് കിട്ടുന്നില്ല, അവര് അനുവദിക്കുന്നില്ല കേട്ടോ. അതൊക്കെ എനിക്കും ലിസിക്കൊക്കെ എങ്ങനെയാണ്, അവധി കിട്ടിയെങ്കിലേ പോരാൻ പറ്റുള്ളൂ. അവർക്ക് നേരെ ഇല്ലായിരിക്കും. അല്ല നേരെ ഇല്ലാത്തതിന്റെ അല്ല, നേരെ ഇല്ല, എനിക്ക് കൂടി അവധി കിട്ടണം. അവധി ഇവിടെ ജോലിയല്ല, ആർക്കും സമയം എടുക്കാനില്ലല്ലോ. ഒരാള് തല ചെയ്യുന്നുണ്ട്. മുറ്റത്ത് ചെയ്യുന്ന ആരാ? തല ജീവനെ മുറ്റത്ത് അവിടെ ഏതാണ്ടോ ചെയ്യുന്ന ഒരാളവിടെ നിന്ന് ചെയ്യുന്നുണ്ടല്ലോ, അത് ആരാന്ന്? ആരാത്? അതാരാമേ? നമുക്ക് മനസ്സിലായോ ആരാന്ന്? പിടി കിട്ടിയോ ആരാന്ന്? മുറ്റത്ത് നിന്ന് ആരാണ്ട് ഏതാണ്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് ആരാണെന്ന് ആരാണോ? അത് മകളായി. മകളെന്നാ പറഞ്ഞിരുന്ന ഏത് മകളാമേ? അതൊക്കെ ഞങ്ങൾ വീട്ടുകാരല്ലേ. മൂത്ത മകളല്ലേ, മരുമകളല്ലേ? അതെ,
ലിസി കൊണ്ട് ഇപ്പോൾ 2-3 സിജിയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു. സിജിയുടെ കാര്യം പറഞ്ഞു, ലിസിയാണെന്ന് ചോദിക്കും. അമ്മയ്ക്ക് വിടി കെട്ടി വരുമ്പോൾ ഞങ്ങൾ ഇതാരാ ലിസി? പോകാം എവിടെയാ പോണ്ടേ? വീട്ടിലോട്ട്. ചോദിച്ചു കേട്ടോ, ജോമോൻ എന്ത് പോകാൻ സമയമായി വരുന്നത്. ആണോ? വീട്ടിൽ പോകാൻ നേരം വെച്ചു എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകണം, ചെറിയ സ്ഥലത്ത്. അല്ലെന്ന് വെച്ചാൽ പോണെന്ന് ആഗ്രഹമുണ്ട് ആൾക്ക്. പണ്ടൊന്നും പോരിയല്ലായിരുന്നല്ലോ. പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് അമ്മയൊന്ന് ഓർത്ത് നോക്കിയേ. നമുക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ, ഇവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഒത്തിരി കപ്പ പറിച്ച് വാട്ടുമായിരുന്നല്ലോ നമ്മൾ. കപ്പ പറിച്ചിട്ട് ചിരണ്ടി അരിഞ്ഞ് അല്ലേ, കപ്പ ചെമ്പിലിട്ട് തീ കത്തിച്ച് വാട്ടിയല്ലായിരുന്നോ കപ്പ? അതിപ്പോഴും അങ്ങനെയല്ലേ? ഇപ്പഴാ. പക്ഷെ ഇപ്പൊ എവിടെയും കപ്പകളല്ലല്ലോ, ഇപ്പൊ ആരും അങ്ങനെ വാട്ടൊന്നുമില്ല. പണ്ട് നമ്മളൊക്കെ എന്തോരം കപ്പ വാട്ടിയിട്ടുണ്ട്. അന്നത്തെ പോലെ കപ്പയൊന്നും ഇല്ലല്ലോ. അന്നത്തെ എന്നതായിരുന്നു. അത് എത്ര കാലമായിരുന്നു, 2-3 മാസം തുടർച്ചയായിട്ട് ഇങ്ങനെ കപ്പ പറയും, വാട്ടും, ഉണക്കും. എന്തുമാത്രം കപ്പയാ. അതെ, എത്രമാത്രം കപ്പയാണ്. ഇല്ല, അവിടുന്ന് ഇവിടുന്നെല്ലാം ചുമന്നുകൊണ്ട് വന്ന് പറിച്ചിട്ട് നമ്മുടെ അവിടെ ആ പാറയിലായിരുന്നു ഇട്ടുകൊണ്ട് വാട്ടുക, ഉണക്കുക. എന്തുമാത്രം മഴ പെയ്യുമ്പോൾ ഉണക്കക്കപ്പയാക്കി കൊടുക്കും. കപ്പ വാരിക്കൊണ്ട് വരിക അല്ലേ, മഴ വന്നു കഴിഞ്ഞാൽ പോളും. ഇവിടെ അടിച്ചു ആയില്ല. ചെരുപ്പേ, കാലയിലെ ചെരുപ്പാണ് ആ കാലയിൽ കിടക്കുന്നത്. ഊരിക്കേ, ഇവിടെ മുടി ഇങ്ങോട്ട് പറഞ്ഞു പോകും. അത് കാല് ഊരിക്കേ, ചെരുപ്പ് ഊരിക്കേ, ചെരുപ്പ് ഊരിക്കേ. ഞാൻ തിരിച്ചിട്ടെ, അതുമില്ല, സാറിന് ക്ലിയർ ആയിട്ട് ഇടുന്നതാണല്ലോ. ഈ കാല് കണ്ടേ, ഇതേലേക്ക് ഇപ്പം പിള്ളേരൊക്കെ നോക്കിയിരിക്കണുണ്ടോ? ഇത് കണ്ടോ? ഏത്? പിള്ളേർ നോക്കിയിരിക്കുന്നതാണ്. അതെ, ഏത് പിള്ളേരാ? ആ പിള്ളേർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ചാച്ചനും വലിയ കുഞ്ഞമ്മിച്ചൊക്കെയല്ലേ, അമ്മയുടെ നാത്തുമാരും ഒക്കെയാ അത്. അതെ, അനിയനും ഒക്കെ 4 പേരും. ആരാ അത്? പഠിക്കുന്ന പിള്ളേരാ. പഠിക്കുന്ന പിള്ളേരാണത്? പഠിത്തമൊക്കെ കഴിഞ്ഞ പിള്ളേരാ. 2 പിള്ളേരെ പഠിക്കുന്നുള്ളൂ. പരീക്ഷയ്ക്ക് എഴുതിയതാ. പരീക്ഷ അതെ, ആ നിൽക്കുന്നതിൽ ഞാനാ ഒരാളാ നിൽക്കുന്നത്, ഇരിക്കുന്ന എന്റെ പടാ. അതെ, ഇത് ഈ ഇരിക്കുന്ന ആള് ഞാനാണ്. ഈ നിൽക്കുന്ന ആള് ലിസിയാണ്. സത്യയോട് കൂടെ നോക്കിയിരിക്കാതാണ്. നമ്മളെ മനസ്സിലാവാൻ തുടങ്ങും തോന്നുന്നു. ചിരിക്കുന്നുണ്ട് അല്ലേ, അവര് ചിരിക്കുന്നുണ്ട്. അത് ശരിയാണ്. ഇവര് 2 പേരാ ഈ നിൽക്കുന്ന, ഈ ഇരിക്കുന്ന 2 പേരാന്നേ നമ്മുടെ അടുത്ത് നിൽക്കുന്നേ. അവരൊക്കെ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. വേസ്റ്റ് കളയാൻ വേണ്ടി നമുക്ക് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വേണ്ടേ പോകാൻ, എന്തായാലും കഴിച്ചിട്ട് വേണ്ടേ പോകാൻ. ആരിപ്പോ സമയം പോയില്ലേ? അവിടെ ആരാ കഞ്ഞി വെക്കാനുള്ളത്? ആര് കഞ്ഞി വെക്കാനില്ലെങ്കിൽ വെച്ചില്ലെങ്കിൽ കുറ്റി പോയല്ലേ. ആയിക്കോട്ടെ. പിന്നെ ഇല്ല, കഞ്ഞി കുടിച്ചില്ല. കഞ്ഞി കുടിക്കുന്ന സമയമായി. അതാ ആയിക്കോട്ടെ അവനല്ലേ. ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോ നമ്മൾ കഴിച്ചില്ലെങ്കിൽ ആയിക്കോട്ടായാ. 2-3 പ്രാവശ്യം ആയിക്കോട്ടെ. കഞ്ഞി കുടിക്കാറായോ? 12 ആയാലോ? എപ്പോഴേ പോവാണോ? ഇപ്പൊ 5 മണി ആയല്ലോ അല്ലേ? ഓക്കെ. എന്നാ അമ്മയോടൊന്ന് ഹായ് പറഞ്ഞേര്. മോളെ ടേക്ക് അമ്മ അതെ, ഇത് ഉണ്ടോ? ഇത് അമ്മയുടെ ഉണ്ടോ അമ്മയുടെ? അതെ, വന്നില്ല. അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് പുതിയ സ്റ്റൈലായിട്ടിരിക്കുന്നതാണ്. ഉണ്ടോ? തലയിലൊക്കെ കെട്ടി ഉണ്ടോ? ഇതാണല്ലേ ശങ്കരിയാ.
ചങ്കരിക്കുട്ടിയാ ചങ്കരിക്കുട്ടി. അവള് എവിടെയോ പോവാന്നാ പറഞ്ഞത്. അപ്പൊ അമ്മ ഒരു ഉമ്മയൊക്കെ കൊടുത്തേരാ അവള്. ചിരിക്കണ അവള് +2 PDC കഴിഞ്ഞു. എന്നാ ശരി അമ്മ അവൾക്കൊരു ഉമ്മയൊക്കെ കൊടുത്തേരാ. അവളെ ഒരിടത്ത് പോവാന്ന് പറഞ്ഞു. ഉമ്മ കൊടുത്തേര്. ഉമ്മ ബൈ ബൈ ടാറ്റ കൊടുത്തു. അവൾ അടുത്ത ആഴ്ച വരികയല്ലേ? ഒന്നും വൈകാൻ നേരമില്ല. ഇല്ല സമയമുണ്ട്. സമയം പോവും. പോയിട്ടില്ല കേട്ടോ. 12:30 കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ ഉച്ചയ്ക്ക്. നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കണമെങ്കിൽ ഇരുന്നോ. കിടക്കണ സമയമായി. കിടക്കുന്നുണ്ടാ? കിടക്കണം പോയി കിടന്നോ. ഇവിടെ കിടന്നാൽ പിന്നെ ഏറ്റു പോകണ്ട. പിന്നെ ഏറ്റു പോകാതെ പറ്റുമോ? ഇതോട് പോയേക്കാണ് പിന്നെ ഇവിടെ ഉറക്കണ്ട. ഇവിടെ കിടന്നിട്ട് ഇച്ചിരി നേരം കിടന്നിട്ട് പോവാം. ക്ഷീണമൊക്കെ മാറിയിട്ട് പോവാം. ക്ഷീണമൊക്കെ മാറിയിട്ട് പോകാന്നേ. കിടന്ന് ക്ഷീണമൊക്കെ മാറിയിട്ട് പോകാം. കിടന്നിട്ടോ? നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഇച്ചിരി നേരം കിടന്നിട്ട് പതുക്കെയാണ് പോവാം. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പോവാം. കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം പിടിച്ചാൽ പിന്നെ പോകാൻ നടക്കാൻ പറ്റില്ല. വണ്ടിക്ക് പോവാം. നടക്കണേ അവിടെ നോക്കാൻ പോയെ. ഇല പറിക്കാനോ? ഏമല പറിക്കാൻ പോവാ. അവിടെ ഇരുന്നോട്ട് പൊക്കോളും. വേസ്റ്റാ അത് വീഴും പൊക്കോളും. അതിനെല്ലാത്തിനാ നീ വിഷമിക്കുന്നത്? അത് കാറ്റടിക്കും പൊക്കോളും ചേച്ചി. അത് കാറ്റടിക്കാൻ തള്ളി പൊക്കോളും. നീ പേപ്പറിൽ എന്താ പറ്റാ? ചെടിയുടെ അത് തുറവോളല്ലേ ഇതിനകത്ത് ഇരിക്കുന്നതല്ലേ? എത്ര മണിയായി? മണിയല്ലേ 12:30 ആയതേ ഉള്ളൂ. 12:30 ആയതേ ഉള്ളൂ. അത്രയായില്ലേ? നീയൊന്നും ആയില്ല. അത് കൂഴയാ. അത് നമ്മുടെ ആ മരപ്ലാവിൻ്റെ ഒരു ടൈപ്പ്. കിടക്കുന്നുണ്ടോ? അപ്പം പോയി കിടന്നു വെച്ചിട്ട് നേരം വേണമെങ്കിൽ. കുളി കഴിഞ്ഞ് കിടന്നില്ലല്ലോ. അല്പസമയം പോയി കിടന്നോ? പോയി കിടന്നോ? കുളി കഴിഞ്ഞ് കിടന്നില്ലല്ലോ. നീ ഭക്ഷണം കഴിച്ചിട്ട് നീ പോയി കിടന്നാൽ പോരെ? കിടക്കണ എവിടെയാന്ന് നോക്കട്ടെ. സൗകര്യം ഉണ്ടോ? സൗകര്യം ഉണ്ടോന്നല്ലേ? ഉണ്ടോ? ഇന്ന് പുതപ്പ് ബെഡ്ഷീറ്റായിട്ട് വിരിച്ചേക്കുവാണോ? രാവിലെ ചെയ്ത പണിയാന്ന് തോന്നുന്നു. പുതപ്പെടുത്ത് വിരിച്ചേക്കുവാണല്ലോ. പുതപ്പ് വിരിച്ചേക്കുവാണോ? പുതപ്പെടുത്ത് വിരിച്ചേക്കുവാണോ നിന്ന്? പിന്നെ ആര് പറഞ്ഞു? പുതപ്പാ. കന്നുകാലി ഇല്ലല്ലോ. ഒരു കുഞ്ഞു കിടാവലേ ഉള്ളൂ. അവളെ പുറത്തിറക്കി കെട്ടിയില്ലേ? ഒരു കുഞ്ഞു കിടാവല്ലേ ഉള്ളൂ. ഇപ്പം ആരും അലക്കിക്കൊണ്ട് ഇട്ടതാ കേട്ടോ. ഇപ്പം അലക്കിക്കൊണ്ട് ഇട്ട തുണിയാന്നേ. അത് ലിസ്റ്റ് ചേച്ചിയാ. അമ്മ കിടന്നോ? കുളിച്ചു കഴിഞ്ഞ് കിടന്നില്ലല്ലോ. ഒന്ന് കിടന്നോ. ഇല്ലല്ലോ, ഇവിടെ ഉണ്ട്. പിള്ളേരൊക്കെ ഉണ്ട്. ഇവിടെ വന്നിരുന്നാണ്. ഇവിടെ വന്നിരിക്കും. ഒന്നും ഉറക്കണ്ടേ? ഇവിടെ വന്നിരിക്കും. എന്നിട്ട് പോയി കിടക്കാം. ഉറക്കം വരുന്നില്ലല്ലോ? ഉറക്കം വരുന്നുണ്ടോ? പിന്നെ ഉണ്ടോ? സമയമായി.
സമയത്തല്ലേ എന്നാ ഭക്ഷണം കൊടുത്താലോ? ഭക്ഷണത്താണ് നീ എവിടെ പോവാ? നടക്കാൻ പോകണം. ഭക്ഷണം തരാം. ആ ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ. എന്നാൽ പോയി കഴിക്കാം. അമ്മയ്ക്ക് കഴിക്കണ്ടേ? അമ്മയ്ക്ക് കഴിക്കണ്ടേ? എനിക്കങ്ങനെ വേണം എന്താ കൊണ്ടുപോകും. എന്നാ ഇവിടെ ഇരിക്കാതെ അമ്മ ഇവിടെ ഇരുന്നോളാനേ. ഇരിക്കണ്ട എന്തിനാ പോയിട്ടൊന്നൊന്ന് ഇനിയിപ്പോൾ പോയോ ഒന്ന് കിടന്ന് ഒന്ന് ഒറ്റ മയക്കത്തിനോട് കൂടി നേരം പറഞ്ഞു. ഇപ്പൊ കിടന്നാ ഒറ്റ മയക്കം കഴിയുമ്പോഴത്തേക്കും നേരെ ഇരുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടി ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നേരം കൊടുക്കും. നല്ല നട്ടുച്ച സമയമല്ലേ? നട്ടുച്ച സമയമാണ്. നട്ടുച്ച സമയമാണ്. ഉച്ച സമയമാണ്. വെയിൽ കണ്ടില്ലേ? നല്ല ഭയങ്കര ചൂടും അവയില്ല. ചൂട് കഴിഞ്ഞ പൊന്നിയെ കെട്ടി വെച്ചോണ്ടില്ല എന്നാ കാര്യം. ഓടുന്നുണ്ടല്ലോ. അത്യാവശ്യത്തിന് പോകുമ്പോ ഉപയോഗിക്കുന്നില്ലേ? അത് ഒരെണ്ണം അവിടെ ഒരെണ്ണം ഇവിടെ. പിന്നെ നോളെ മിഠായി നല്ല മിഠായിയാണോ? നല്ല മധുരമുണ്ടോ? എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.